ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ചോട്ടുമുണ്ട്, കുറച്ച് കഴിഞ്ഞ് വരുന്നതായിരിക്കും. അപ്പോൾ കുറേ ദിവസമായി നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് എക്സാം കാര്യങ്ങൾ തിരക്ക് അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ നല്ലൊരു കണ്ടൻറ്റൊക്കെ ഒപ്പിക്കണ്ടേ, അങ്ങനെയൊക്കെ കുറച്ച് നമ്മൾ ഡിലേ ആയി വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നെനിക്ക് മാത്സിൻ്റെ എക്സാം ആയിരുന്നു. എക്സാം കഴിഞ്ഞ് രാവിലെ ആയിരുന്നു എക്സാം കഴിഞ്ഞ് ഞാൻ വന്നു കയറി കുറച്ച് നേരം ആയതേ ഉള്ളൂ. അപ്പോൾ ഭയങ്കര വെയിലൊക്കെ അല്ലേ ഇപ്പോൾ. ഞാൻ ഫുള്ള് വെയിലൊക്കെ അടിച്ച് ആകെ ക്ഷീണിച്ച് കയറി വന്ന് മുഖമൊക്കെ ഒന്ന് കഴുകി ഒന്ന് വന്ന് ഇരുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ച് ഇന്നത്തെ ഒരു വീഡിയോ അങ്ങ് എടുക്കാം. എന്ന് വെച്ചാൽ ഉച്ച കഴിഞ്ഞ് രാവിലത്തെ നമുക്ക് പോകുന്നതൊന്നും എടുക്കാൻ പറ്റിയില്ല. രാവിലെ ഫുള്ളാകെ ഞാൻ ഓടിപ്പറഞ്ഞൊക്കെയാണ് പോയത്. അപ്പോൾ പിന്നെ എനിക്ക് പെട്ടെന്ന് അതൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഉച്ച കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗൈസ്, ഞാനിപ്പം ട്രൈപോഡ് എടുത്തുകൊണ്ട് വന്ന് കൈ വെച്ച് പിടിക്കാനത് ഭയങ്കരമായിട്ട് വേദനിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ട്രൈപോഡ് എടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ എക്സാം റിവ്യൂ പറയാം. മാത്സ് ആയിരുന്നു എക്സാം. എല്ലാവരും എഴുതിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് പേർക്കൊക്കെ ഈസി ആയിരുന്നു, കുറച്ച് പേർക്കൊക്കെ പാടായിരുന്നു. എന്നെ സംബന്ധിച്ച് എനിക്ക് നല്ല പാടായിരുന്നു ഗൈസ്. നല്ല പാടെന്ന് വെച്ചാൽ നല്ല പാടായിരുന്നു. ഞാൻ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. ജയിക്കും, പാസ്സാവുമായിരിക്കും എന്ന് ഇങ്ങനെ എൻ്റെ മനസ്സ് പറയുന്നു. പാസ്സാവും, +1 മാർക്കുണ്ട്, എന്ത് കുഴപ്പമില്ല, പാസ്സാവുമായിരിക്കും. പക്ഷേ കുറച്ച് പാടായിരുന്നു എനിക്ക്. എനിക്ക് ക്വസ്റ്റ്യൻ നല്ല പാടായിട്ട് തോന്നി. അപ്പോൾ എനിക്കിന്നൊരു ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ് മാത്സ് എക്സാമിന്. അപ്പോൾ എന്താണെന്നൊന്നും അറിയത്തില്ല. ഇനി പാസ്സാവാനുള്ളത് എഴുതിയിട്ടുണ്ട് ഞാൻ. അതാണ് എനിക്ക് മാത്സിനെ പറ്റി പറയാനുള്ളത്. അപ്പം നിങ്ങളുടെയൊക്കെ മാത്സ് എക്സാം എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ അടുത്തത് ഇനി ബയോളജിയും ഇംഗ്ലീഷുമാണുള്ളത്. അപ്പം ഇനി അത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് നന്നായിട്ട് പഠിച്ച് എഴുതണം. അപ്പോൾ എല്ലാവർക്കും അതിനിപ്പോഴേ ഞാൻ ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പഠിച്ച് എല്ലാവരും എഴുതുക. ഓക്കെ. അയ്യോ, എന്താ നടക്കാൻ? അതാണ്ട് ഗൈസ് ചോട്ട് വരുന്നു. എക്സാം എല്ലാം കഴിഞ്ഞില്ലേ? ഇവിടെ കുറച്ച് നെല്ലിക്ക ഇവിടെ കുറച്ച് നെല്ലിക്ക ഇരിപ്പുണ്ട് ഗൈസ്. അപ്പൊ നമ്മൾ കുറച്ച് നെല്ലിക്കയും ഉപ്പും മുളകും കൂട്ടി കഴിക്കാം. നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. നെല്ലിക്കയും ഉപ്പും മുളകോ? ഉപ്പും മുളകും ഞാൻ ഉപ്പിട്ടേ കഴിച്ചിട്ടുള്ളൂ. ഉപ്പും മുളകും ഇട്ട് നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അതെ, ഞാൻ പോയി നെല്ലിക്ക എടുത്തോണ്ട് വരും. ഇവിടെ ഇരുന്ന് ചെയ്യാം. അകത്തുള്ള വീട്ടായിരിക്കും. സാധനം എടുത്തോണ്ട് വരാം. നീ ഇവിടെ ഗൈസ്, അപ്പോൾ ചോട്ട് വന്നെങ്കിൽ നെല്ലിക്ക എടുക്കാൻ പോയേക്കുവാണ്. അപ്പോൾ ഇന്നലെ ഇവിടെ കുറച്ച് നെല്ലിക്ക വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിന്നത് ഉപ്പും മുളക് ഇട്ടിട്ട് ഞാൻ ഉപ്പിട്ടേ കഴിച്ചിട്ടുള്ളൂ. അപ്പം ഉപ്പും മുളക് ഇട്ടിന്ന് നമുക്കിത് കഴിച്ച് നോക്കാം. നല്ല പുളിയായിരിക്കും നെല്ലിക്ക. അപ്പോൾ നമുക്ക് കഴിച്ചിട്ട് അടുത്ത് നമുക്ക് കുറച്ച് പരിപാടികളുണ്ട്, അതും കാണിക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ നെല്ലിക്കയും ഉപ്പും മുളകും കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിത് കഴിക്കാവേ. ചോക്ക അവിടെ കിടന്ന് സീൻ ഉണ്ടാക്കുക. ഇതിവിടെ ഇരുന്നാണ് ഇതെല്ലാം കൂടെ നമ്മൾ വിചാരിച്ച് നമ്മളിത് തിന്നുന്ന എങ്ങോട്ട് ഒന്ന് കാണിച്ചേക്കാതെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഉപ്പും മുളകും കൂടെ അരിച്ചോട് ഉപ്പിടാം. നല്ല ഇരിയാണ്. ഇപ്പൊ തന്നെ എന്റെ വായിൽ കപ്പൽ വിടുന്നു. ചോക്ക് കണ്ടിട്ട് സീൻ ഉണ്ടാക്കുകയാണ്. എന്താ സൂപ്പർ, ഭയങ്കര പുളി. രണ്ടോട് മിക്സ് ചെയ്യാൻ. അയ്യോ, എന്റെ മണ്ടയിലൊക്കെ കേറി അരി. അറിയാമയ്യ. കൊള്ളാം. പക്ഷെ പുളിയുണ്ടല്ലേ. എത്രയൊക്കെ നെല്ലിക്കയിലെ പുളി മാറ്റാന്ന് വെച്ചാൽ മാറത്തേ ഇല്ല. ഈ പുളി അല്ലേ. ഇനി പിന്നെ മൊത്തം തിന്നിട്ടുള്ളൂ ആൾക്കാര്.
ഉപ്പ് മുളക് പൊടി ഇതാക്ക്. മിക്സ് ആക്കാം അല്ലേ? ഓക്കെ ഓക്കെ, മിക്സ് ആക്കാം. മിക്സ് ആക്കി കഴിക്കാൻ ടേസ്റ്റ്. ഉപ്പിച്ച് കുറവാണ്. അയ്യോ ചോക്ക് ഇതെല്ലാം കൂടെ കണ്ടിട്ടാന്ന് തോന്നുന്നു അവിടെ ഭയങ്കര ബഹളം ഉണ്ടാക്കും. എന്തോ കൊണ്ടുവന്നെന്നും പറഞ്ഞ് ഭയങ്കര ബഹളം. സൗണ്ട് ഉണ്ടാക്കുന്നു. അവക്ക് എരി ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ കൊടുക്കായിരുന്നു. അയ്യോ നല്ലേ എന്തുവാ എരിയെന്നാ പുളിയോ? അങ്ങനത്തെ ഉപ്പും മുളകും മാത്രമല്ല, ഒരു ചോക്കോ കയറ് കിട്ടിക്കുന്നു. ചോക്ക് നമ്മൾ കെട്ടിയിട്ടില്ലേ, നമ്മളിവിടെ ഇരിക്കുന്നുണ്ട്. അവളത് പൊട്ടിച്ച് കേസ് അങ്ങോട്ട് അവിടെ ഇറങ്ങി നടക്കുക. എന്റെ പല്ല് പൊളിച്ച് എന്നിട്ട് കഴിക്കാൻ പറ്റില്ല. വെള്ളിക്കയുടെ പരിപാടി തീർന്നു. എനിക്ക് പുളിയോളം എന്തെങ്കിലും കഴിച്ച അപ്പം എനിക്ക് പല്ല് ഡാമേജാ. എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല. ചോക്കോ പോന്നെ, നമുക്ക് ചോക്കോനെ ഒന്ന് കറക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ അന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു ഗാർഡനിങ് ബ്ലോഗായിട്ട്. അപ്പം അന്ന് നമ്മളൊരു കറ്റാർവാഴ നട്ടിട്ടുണ്ടായിരുന്നു. ആ കറ്റാർവാഴയാണ് താണ്ട് ഗൈസ്. ചൂടാണ്ട് ഇച്ചിരി പ്രശ്നമുണ്ട്, ഇച്ചിരി വളർന്ന ഇച്ചിരി പ്രശ്നമുണ്ട്. പക്ഷെ കുഴപ്പമില്ല, ഒന്ന് ഇതാവുന്നുണ്ട്. ഇപ്പൊ ഈ സൈഡിലോട്ട് ഞാൻ വലിയ വെയിലടിക്കാതെ, അത്യാവശ്യം ചൂടടിക്കുന്നുണ്ട് എന്നാലും വലിയ വെയിലടിക്കാതെ ഈ സൈഡിലോട്ട്, അവിടെ ഫുള്ള് വെയില. ഇത് ഇങ്ങോട്ട് മാറ്റി വെച്ചേക്കുവാണ്. ഇനി നമുക്ക് വേറെ 2 ചെടിയുടെ അമ്മ കൊണ്ടുവന്നിട്ടുണ്ട്. 10 മണി എന്നാണ്ടാന്ന് തോന്നുന്നു എന്റെ പേര്. അപ്പൊ അല്ലേ പല ടൈമാ. ആ അപ്പം അതാണ് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അപ്പം എന്താ അതെന്തായാലും ഒന്ന് നടണം. അപ്പൊ കൊറേ പേര് പിന്നെ മറ്റേ സ്പിനാച്ച് അതിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതല്ല എന്നൊക്കെ. അപ്പം കറക്റ്റ് എനിക്ക് ഇതിന്റെ ഒന്നും പേരറിയത്തില്ല. അപ്പം എനിക്കിതൊക്കെ നടാനും ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ വളർത്തി പന്തലിക്കാൻ. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതാണ്. പക്ഷെ എന്റെ പേരൊന്നും എനിക്കറിയത്തില്ല. അപ്പം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കാം. ഓക്കെ ഗൈസ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഫിഷ് ടാങ്ക് ഉണ്ട് ഗൈസ്. നമ്മുടെ മീൻകുട്ടികൾ കിടക്കുന്ന ഫിഷ് ടാങ്ക്. അപ്പം വെറുതെ വെള്ളം മാറ്റിട്ട് കുറച്ച് നാളായി. നമ്മൾ ഇടയ്ക്കൊന്ന് മാറ്റിയായിരുന്നു. ഇപ്പൊ വീണ്ടും ഫുള്ളാകെ പായൽ പോലെയൊക്കെ ആയി. വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റാം. ഫുള്ള് ഇതായില്ലയോ ആൽഗെ ഗൈസ്. അപ്പൊ നമ്മള് വെള്ളം മാറ്റുവാണ് ഗൈസ്. ഇതില് നമ്മുടെ ഇതിനകത്ത് 4 കപ്പിക്കുഞ്ഞുണ്ടായിരുന്നു. 3 എണ്ണം മരിച്ചുപോയി. 3 എണ്ണം പോയി ഗൈസ്. കാരണം ഭയങ്കര ചൂടായതുകൊണ്ട്. കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയത്തില്ല. പറ്റുന്നുണ്ടായിരിക്കും. 3 എണ്ണം ഭയങ്കര ചൂടായതുകൊണ്ട് പെട്ടെന്ന് ചത്തു പോവാ. വെള്ളം മാറ്റിട്ട് ഒരു കപ്പിയേ ഉള്ളൂ. വെള്ളം മാറ്റിട്ട് വേണം. ഓക്കെ ഗൈസ്. അപ്പൊ നമുക്ക് മീനെ പിടിക്കാതെ ഒരു ഗപ്പി കുഞ്ഞ് കിട്ടി. പോലെ 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 പോയി. ഓ മൈ ഗോഡ് ഗൈസ്, താണ്ടി നമ്മുടെ ഗപ്പി കുഞ്ഞ്. നല്ല രസമുണ്ട്, എനിക്ക് പിടിക്കാൻ തോന്നുന്നു. വെള്ളം കുറഞ്ഞു ഗൈസ്. അപ്പം മീനെ പിടിച്ചു മാറ്റാന്ന് വിചാരിച്ചു. നമുക്കിനി വലിയ ഗോൾഡ് ഫിഷിനെ പിടിക്കാം. ഒരു മുടിഞ്ഞ ഓട്ടോ. ഇപ്പൊ ഗൈസ് മീനെ ഒന്നും കറക്റ്റ് പിടിക്കാൻ പറ്റുന്നില്ല. കുറച്ചുകൂടെ വെള്ളം കളഞ്ഞിട്ട് നമുക്ക് പിടിക്കാം. ഞാൻ മറ്റേ നെല്ലിക്ക തന്നെയാണ് ഗൈസ്. കുറച്ചുകൂടെ വെള്ളം മാറ്റിട്ട് ഇപ്പൊ ചെയ്യാം. ഓക്കെ ഗൈസ്. അപ്പോ വാവ്, ഒരു ഗോൾഡ് ഫിഷിനെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഗൈസ് താണ്ട് നമുക്കൊരു ഗോൾഡ് ഫിഷിനെ കിട്ടിയിട്ടുണ്ട് ഇതിനകത്ത്. നോക്കൂ. അയ്യോ വരൂ കുട്ടികളെ. പോകുന്നു ഗൈസ്. ചോട്ടു പിന്നെ ഇതിനകത്ത് തിരിഞ്ഞു നോക്കിയിട്ടില്ലേ. ഇവിടുത്തെ മീൻ കൃഷികൾ ഞാനാ ഗൈസ്. കൈയിട്ട് പിടിക്കുക.
ഇതൊക്കെ പിടിക്കണോ, പെട്ടെന്ന് കൊണ്ടുപോവാ. ഞാനും പിടിക്കാം, എനിക്ക് പിടിക്കുന്നത് വലിയ ഇഷ്ടം. അയ്യോ കിട്ടിയിട്ടുണ്ട്. 3 ഗോൾഡ് ഫിഷ് ഉണ്ടല്ലേ. ഇത് 3 ഗോൾഡ് ഫിഷ് ഉണ്ട്. വലുതായിട്ടുണ്ടായിരുന്നു. 4 എണ്ണം ഉണ്ടായിരുന്നു. ഒരെണ്ണം കൊണ്ടുവന്ന് കുറച്ച് നാളെ നിന്നോളൂ. അതിന് വയ്യാത്ത ഉണ്ടായിരുന്നു തോന്നുന്നു. പെട്ടെന്ന് അത് പോയി. ഇതിനകത്ത് കിട ഗൈസ്, ഇതിനകത്ത് കിടന്ന് ഈ മീനുകൾ കിട്ടില്ല കളറായിട്ടുണ്ട് ഗൈസ്. ഇല്ലേ? ആണോ? ഇതിനകത്ത് കിടക്കുന്നുണ്ടോ നിങ്ങളുടെ? ഈ പച്ച സംഭവം ഈ ആൾഗ ഇതിന് വേണം. കിട്ടില്ല കളറായിട്ടുണ്ട്. ഇതൊന്നും പറയാനില്ല. കണ്ടോ നോക്കി, ഗോൾഡ് ഫിഷിന്റെ കളർ കണ്ടോ? നല്ല ഓറഞ്ച് ആയില്ലേ. പക്ഷെ കൊണ്ടുവന്നപ്പം ഒരു ലൈറ്റ് മഞ്ഞായിരുന്നു. ഒത്തു തന്നില്ലായിരുന്നു. ഞാൻ അപ്പൊ പറയാൻ ചെയ്തു കളർ ഇതി കിടക്കുന്നോണ്ടായിരിക്കും ഞാൻ ഇച്ചിരി പൊക്കി കാണിക്കാം. നല്ല കളറായിട്ടുണ്ട്. കിട്ടിയില്ല കളർ. വെള്ളം വേണോ? കിട്ടിയില്ല കളറാണ്. കിട്ടിയില്ല കളറ്. അടുത്തിന് പറഞ്ഞോളേ. ഇവനെ പിടിക്കാൻ കുറച്ച് പാടാ. ഈ കുഞ്ഞുങ്ങളെ പിടിക്കാൻ ഭയങ്കര പാടാ. ഭയങ്കര ഓട്ടോ. ഈ മീനാണെന്ന് ഓടുന്നത്. ചാടി നമ്മുടെ കൈ കയറിട്ടുണ്ട്. കണ്ടോ, ഈ മീൻ ഉൾപ്പെടെ നല്ല കിട്ടില്ല കളറായിട്ടുണ്ട്. കണ്ടോ, നമ്മൾ ഇതിനകത്ത് കിടന്ന ആ യെല്ലോയും ആ റെഡും എല്ലാം സെറ്റ് ആയിട്ടുണ്ടല്ലേ. മിന്നാമിന്നുണ്ടായിരുന്നല്ലേ. ഇത് ഫുൾ ബ്ലാക്ക് ആണ് ഗൈസ്, ഗപ്പി. ഇതിനൊരു പേരിനെ മേടിച്ചുകൊണ്ട് വരണം. മേടിക്കാനല്ല, തൊട്ടപ്പുറത്തുണ്ട്. ഗൈസാണെന്ന് പറഞ്ഞ് എടുത്താൽ മതി. ഓക്കെ, നമ്മളിത് വൃത്തിയാക്കിക്കൊണ്ടിരുന്നപ്പം നമുക്ക് ഇതിന്റെ അടിയിൽ രണ്ടല്ലേ, ഒന്നേ ഉള്ളൂ. ഒന്നാണ് ഒരു വിശിഷ്ട അതിഥി. ഒരു അതിഥി കടന്നു വന്നിരിക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് കാണാം. ഓക്കെ, അതെ ക്യാമറ ഫോക്കസ്. അതെ പൊക്ക്. ഇതിന്റെ അടിയില ഇതിന്റെ അടിയില പൊക്കേ ഗൈസ്. ഒന്നുകൂടെ പൊക്ക്. ഇത് പൊക്ക്. അയ്യോ, അത് പൊക്ക്. നീ പേടി, നീ പൊക്ക്. ഗൈസ്, ഇതിന്റെ അടിയിൽ ഒരു തേളുണ്ട് ഗൈസ്. തോണ്ടേ കാണാൻ പറ്റുന്നുണ്ടോ? എനിക്ക് അവരെ ഇറങ്ങാണ്ട കാണുന്നുണ്ടോ? കണ്ടു ഒരു തേള് കുറെ നാളുണ്ടാവും ഇവിടെ ഇരുന്നാണ് ഗൈസ്. നമുക്ക് അവനെ എടുത്ത് കളയണം ഇല്ലയോ? തേളിനെ കാണാൻ ഒരുമാതിരിയാണ് ഗൈസ്. ഇവിടെ ഇപ്പൊ ഇതിന്റെ അടിയില് ഇഷ്ടം പോലെ, ഇതിന് മുൻപ് ഒരു ഫാമിലി ആയിരുന്നു ഇതിന്റെ അടിയിൽ താമസിച്ചിരുന്നത്. ഞങ്ങൾ അതുകൊണ്ടാ ഇപ്പൊ ഒന്ന് പൊക്കി നോക്കിയത്. എന്ന് ഇതിന്റെ അടി പൊക്കി നോക്കിയാലും ഒരെണ്ണത്തെ എങ്കിലും കാണും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പൊക്കി നോക്കി ഇപ്പൊ കണ്ട് അതിനെടുത്ത് കളയണം. നമുക്ക് അതിനകത്ത് ഈ ടാങ്കി വെള്ളം നിറയ്ക്കാം. ഇതിനകത്ത് കിടക്കുന്ന ഈ താഴെ കിടക്കുന്ന ഈ ഒരു പായൽ നമ്മൾ എന്തായാലും മാറ്റുന്നില്ല. അത് മീനുകൾക്ക് അത്യാവശ്യമാണ് ഗൈസ്, അതുകൊണ്ട് അത് മാറ്റുന്നില്ല. അത് അതിൽ തന്നെ കിടന്നിട്ട് നമ്മുടെ സ്റ്റോൺസ് ഒക്കെ കറകറാന്നില്ലേ, കളർ സ്റ്റോൺസ് എല്ലാം. അതുകൊണ്ടായി മീനൊക്കെ കണ്ടോ നല്ല കിട്ടിയില്ല കളറായിട്ടുണ്ട്. ഇതിനകത്ത് വെള്ളം ഫില്ല് ചെയ്തിട്ട് ഇവരെല്ലാം ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, അതിന് മുമ്പ് ഇതിന്റെ അടിയിലുള്ള അവനെ എടുത്ത് കളയണം. ഓക്കെ, നമ്മള് നല്ല പ്രോപ്പറായിട്ട് ക്ലീൻ ആക്കുന്നില്ല. മറ്റേ പച്ച അതൊക്കെ അതിൽ തന്നെ ഇട്ടേക്കുവാണ് ഗൈസ്. അത് ഇവർക്ക് വളരെ അത്യാവശ്യമാണ് ഗൈസ്. അത്യുത്തമമാണ് ഗൈസ്, അതിയുത്തമമാണ്. ഈ കളറില്, ഈ കുഞ്ഞു മീനിന്റെ കളറില് കുറെ കളക്ഷൻസ് ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാം ചത്തുപോയി ഗൈസ്. നമുക്കതുകൊണ്ട് മീനൊക്കെ കിട്ടില്ല കളറായി. നോക്കമ്മേ, നല്ല കളറായി. എല്ലാത്തിനും ഇതിലോട്ട് പിടിച്ചിടാം. ഓക്കെ, എന്ത് തള്ളേനെ പിടിക്കാൻ എനിക്കിപ്പോ പേടിയോ? ഓക്കെ, പിടിക്കാം. അപ്പൊ ഗൈസ്, നമ്മൾ എല്ലാത്തിനെയും ഇതിലിട്ടിട്ടുണ്ട്. നിറച്ച് ഇവർക്ക് ടാറ്റ ഗുഡ് ബൈ പറയാം. അതെ, അപ്പൊ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്.
ഗൈസ് വെള്ളം ഇനി ഒന്ന് തെളിയുമ്പോൾ റെഡി ആയിക്കോളും. പിന്നെ ആ ഒരു പച്ചപ്പ് അത് അതുപോലെ തന്നെ ഉണ്ട് ഗൈസ്, അത് വേണം. ഓക്കെ, നമ്മള് അമ്മ വന്നിട്ടുണ്ട്. നമ്മളിപ്പോ അമ്മയുടെ കൂടെ താഴെ വരെ പോവാണ്. അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് കാണിക്കാം ഓൾ റൗണ്ട്. ഓക്കെ, താഴെ പോകുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് കുറ്റി എടുക്കാൻ വേണ്ടിയാണ് ഗൈസ്, റബ്ബറിന്റെ കുറ്റി. അപ്പം അതെടുക്കാൻ വേണ്ടിയാണ് ഗൈസ്. അപ്പം അതെടുത്തുകൊണ്ട് വരാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ റബ്ബറിൻ്റെ കുറ്റി എടുക്കാൻ പോവാണ് ഗൈസ്. നമ്മൾ ചോക്കയും കൊണ്ടുപോകാം. ഇതുകൊണ്ട് ഗൈസ് അവർ പോകുന്നുണ്ടോ പൊന്നുമൊക്കെ കണ്ടോ ഗൈസ്. നമുക്ക് ചോക്കയും സെറ്റ് ആക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ ചോക്ക ഇറങ്ങിയിട്ടുണ്ട്. ചോക്കയും പൊന്നുകൊണ്ട് പോകുന്നു. അമ്മ അവിടെ വാ 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 വാ. ഗൈസ് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ റബ്ബറിൻ്റെ കുറ്റി എടുക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. ഗൈസ് നമ്മളങ്ങ് പോയപ്പോഴത്തേക്ക് ചോക്ക ബാക്കിലെ ഓടി വന്നു ഗൈസ്. ചോക്കോ ബാടി പൊന്നു പൊന്നു. അപ്പോൾ ഗൈസ് നമ്മൾ ഈ തോട്ടത്തിലാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഇത് കിട്ടിലൊരു വ്യൂ ആണ് ഗൈസ്. നമ്മളിനി കുറ്റിയൊക്കെ പറക്കി വീട്ടിൽ പോവാണ് ഗൈസ്. എല്ലാം പിന്നെ ചോട്ടുവിന്റെ ലോഡിങ് കാണിക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ ചോട്ടു ആണെങ്കിൽ ഒരു തടിയൊക്കെ എടുത്ത് കഴുത്തി വെച്ചുകൊണ്ട് ലോഡ് കയറ്റി പോവാണ്. 2-3 തടി ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഇട്ട് കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് പോവാണേ ഗൈസ്. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. അപ്പോൾ ചോട്ടും അമ്മയും മുമ്പ് പോകുന്നുണ്ട്. ഓക്കെ, കണ്ടേ നമ്മുടെ അമ്മ. ചോട്ടുനെ ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇവിടെ ഫുള്ള് ഇരുട്ടായി. ഇതാണ്ടേ നമ്മൾ ഇത്രയും കുറ്റികളാണ് ഗൈസ് ഇവിടെ കൊണ്ടിട്ടത്. അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഗൈസ് ഇനി നമ്മൾ അമ്പലത്തിൽ ഉത്സവത്തിന് പോകണം. മുഹമ്മദ് തേടായിരിക്കും ഗൈസ്. ഫ്രഷ് ആയിട്ട് പോവാം. ഇന്ന് നമ്മളപ്പോൾ ചെടി നടണമെന്ന് വെച്ചാൽ അതൊന്നും നടന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് അമ്മ ഒരു കുറ്റിയുടെ പണി കൊണ്ടുവന്ന് തന്നെ ഗൈസ്. അപ്പം നാളെ നമുക്കിനി അതൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിനി നേരെ റെഡിയായി ഉത്സവത്തിന് പോവാം. ഓക്കെ ഗൈസ്, കണ്ടേ ഒരു യക്ഷി വരുന്നു നമ്മുടെ കൂടെ. ഇങ്ങോട്ടോക്ക് അമ്മേ. അപ്പോൾ ഗൈസ് നമ്മൾ ഉത്സവത്തിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പം ഉത്സവത്തിന് പോവാണ്. ചെറിയ കുറച്ച് ക്ലിപ്സ് ഒക്കെ കാണിച്ചു തരാം. എന്നിട്ട് നമ്മള് വലിയ പരിപാടികളൊന്നും ഇല്ല. അവസാനത്തെ ഉത്സവമല്ല, അവിടെ തുടങ്ങിയിട്ടേ ഉള്ള ഉത്സവം. ജസ്റ്റ് ഞങ്ങൾ അങ്ങോട്ടൊന്ന് പോകുന്നുണ്ട്. അപ്പൊ അവിടുത്തെ കുറച്ച് ഇതൊക്കെ എടുക്കാന്ന് വിചാരിച്ചു. കുറച്ച് പരിപാടികളൊക്കെ കാണിക്കാം. ഓക്കെ, നമുക്ക് പോയിട്ട് വരാം. നമ്മളങ്ങനെ മയിലത്തമ്മയുടെ അമ്പലത്തിലാണ് വന്നിരിക്കുന്നത്. ഇന്ന് 2ാമത്തെ ഉത്സവമുണ്ട്. അവിടെ നാടൻപാട്ടാണ് ഗൈസ്. നമ്മൾ പോവാൻ നേരത്തെ ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ച് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവാണേ. അങ്ങനെ നമ്മുടെ പിന്നെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു കൂടെ. നമ്മളെല്ലാവരും കൂടെ പിന്നെ ജോളിയായി വീട്ടിലെത്തി ഗൈസ്. അപ്പോൾ നമ്മൾ തിരിച്ച് പരിപാടിയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ടുണ്ട്. 12 മണിയൊക്കെ ആയി. അപ്പം ഇപ്പൊ നാളെയും എനിക്ക് എക്സാം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പരിപാടി കാണാൻ പോയത്. ഇനി അടുത്ത ആഴ്ച ഇനി എക്സാം ഉള്ളു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കനൊക്കെ അടിച്ചും പൊട്ടിച്ചാൽ 100K ഗീവ് അവേ. അപ്പൊ അടുത്ത വീഡിയോ നാളെ ഞങ്ങൾ വീണ്ടും വരും. ഓക്കെ, ബൈ.